പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. നിരണം സ്വദേശി വരുണാണ് അറസ്റ്റിലായത്. ട്രെയിൻ യാത്രയ്ക്കിടെയാണ് പ്രതി പോലീസിന്റെ വലയിലായത്. കേസിൽ ഇനി 3 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയൂ ഷിജോ. ഇന്നലെ രാത്രി ഏതാണ്ട് 12:30-1 മണിയോടുകൂടിയാണ് പത്തനംതിട്ട തിരുവല്ലയിലെ സ്പായിൽ നടന്ന കൂട്ടബലാത്സംഗത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന 3ാമത്തെ പ്രതിയെ കൂടി പോലീസ് പിടികൂടിയത്. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഈ പ്രതി ഇറങ്ങിയപ്പോൾ പോലീസ് കൃത്യമായിട്ട് ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. നിരണം സ്വദേശിയായിട്ടുള്ള 36 വയസ്സുകാരൻ വരുൺ കുമാറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതോടെ തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായ പ്രതികളുടെ എണ്ണം 3 ആയിട്ടുണ്ട്. ഈ സംഭവം നടന്ന 2ാം ദിവസം തന്നെ 2 പ്രതികളായിട്ടുള്ള സുബിൻ അലക്സാണ്ടറെയും അതുപോലെ തന്നെ സുബിന്റെ കൂട്ടാളി ബെർലിൻ ദാസിനെയും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മറ്റ് 4 പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ഈ ഒളിവിൽ പോയ ഒരു പ്രതിയെയാണ് ട്രെയിൻ യാത്രയ്ക്കിടെ ഇന്നലെ പോലീസ് പിടികൂടിയത്. ഇനിയിപ്പോൾ 3 പ്രതികൾ കൂടിയുണ്ട്. ഒരാൾ കേരളത്തിൽ തന്നെയുണ്ട്. മറ്റ് 2 പേർ ബംഗളൂരുവിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ 2 പ്രതികളെ തേടി അന്വേഷണ സംഘം തിരുവല്ലയിലേക്ക് പോയേക്കും. എന്തായാലും അല്പസമയം മുമ്പ് ഈ പറയുന്ന ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ വരുൺകുമാറിനെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. കുറച്ചു മുമ്പ് പുറത്തിറക്കി മാധ്യമങ്ങളടക്കം കാണിച്ചതിന് ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഈ പ്രതിയെ റിമാൻഡ് ചെയ്യും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായിട്ടുള്ള അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇനി 3 പ്രതികൾ കൂടിയുണ്ട്. അതിനുശേഷം ഈ സംഭവത്തിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.